എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. മൈ വേ ബൈ കല്യാണി. അത് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് സംസാരിച്ചില്ല എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മളിങ്ങനെ വെറുതെ കിടന്ന് ബ്ലാ 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 സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അറിയണമല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എന്താണ് പറയുന്നത്, അപ്പോൾ അതിനെതിരെ കല്യാണി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. ഇന്നലെ ചെയ്യാമെന്ന് വെച്ചു, പറ്റിയില്ല. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ കല്യാണി അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണി ട്രിവാൻഡ്രം, അതായത് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. 8 മാസം, കല്യാണി 6 മാസം എന്ന് പറഞ്ഞാൽ അവർ 8 മാസം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കതിൻ്റെ ഇടയ്ക്ക് ഒരു 7 മാസം ആക്കാം. 7 മാസമായിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അവർ നിർദ്ദേശിച്ച സകല ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സഡൻലി അവർക്ക് ഇടയിൽ തമ്മിൽ ഇഷ്യൂസായി. അതായത് ഈ ക്ലിനിക്കുകാർക്കും കല്യാണിയും തമ്മിൽ ഇഷ്യൂസായി. എന്ത് ഇഷ്യൂസാണ് ഉണ്ടായത് അത് കല്യാണി പറഞ്ഞിട്ടില്ല. ചീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കല്യാണി പറയുന്നത്. അതുപോലെ തന്നെ കല്യാണിയാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പറയുന്നത്. കല്യാണി എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാനിത് പറയുമ്പോൾ കല്യാണിയെ സപ്പോർട്ട് ചെയ്യും ആൾക്കാർ, ക്ലിനിക്കാരെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ഫ്രോഡുകളൊക്കെ നടക്കുന്നതായതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യില്ല, കല്യാണിയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒറ്റ ചിന്താഗതിയിലായിരിക്കാം കല്യാണി ആ ഒരു വീഡിയോ ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവിടുന്നാണ് ഓരോ ചുവട് പിഴച്ച് പോവാന്ന് പറയില്ലേ, കല്യാണി രണ്ടാമതൊരു ലോങ് വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. ഒരൊറ്റ യൂട്യൂബേഴ്സ്, ഒരൊറ്റ ഒരാൾ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തില്ല, എന്നോട് അന്വേഷിച്ചില്ല. അന്വേഷിച്ച് റീസൺസ് അറിയാതെയാണ് അവരിതെല്ലാം റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ കല്യാണീനെ ആയിക്കോട്ടെ ആ ഒരു ക്ലിനിക്കുകാരെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. കാരണം 6 മാസം ആയിക്കോട്ടെ 8 മാസം ആയിക്കോട്ടെ കല്യാണി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കല്യാണിയുടെ ആ യൂട്യൂബ് ചാനലിലെ ഷോർട്സ് എടുത്തു കഴിഞ്ഞാൽ കെട്ടുകണക്കിനുള്ള ബ്രാൻഡഡ് ഐറ്റംസിനാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സ് മാത്രമല്ല, മേക്കപ്പ് ഐറ്റംസിന് എല്ലാത്തിനും നല്ലതുപോലെ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു 1% മിസ്റ്റേക്സ് കല്യാണിയുടെ ഭാഗത്തും ആ സമയത്തുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാം വെറുതെ കല്യാണിയുടെ ഒരു ഇത് മാത്രം വീഡിയോ എടുത്തുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്യേണ്ട, അവരുടെ ഭാഗം കൂടെ കേൾക്കാം എന്നുള്ള കാരണത്തിലാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പം എനിക്കിതിനകത്ത് കല്യാണിയുടെ തെറ്റും ശരിയും അല്ലെങ്കിൽ ക്ലിനിക്കാരുടെ തെറ്റും ശരിയും തമ്മിൽ വേർതിരിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇപ്പം മെയിനായിട്ടൊരു പ്രശ്നം വന്ന് നിൽക്കുന്നത്, ഇതിപ്പം കേസ് പോയി എവിഡൻസ് ആയിട്ട് മാറിയ സ്ഥിതിക്ക് ഒരു സാധനവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവർക്ക് പോസ്റ്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ പറ്റില്ല. കാരണം അത് നിയമം അനുസൃതം തെറ്റാണ്. അപ്പം ഇത് MVD ഉദ്യോഗസ്ഥനാണ് കല്യാണിയുടെ ഹസ്ബൻഡ്, നിയമം അറിയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിന് ഈ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നു? എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്, എന്തിന് അങ്ങനെ കൊണ്ടുവന്നു? കാരണം അയാൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇത് കേസായി, അപ്പോൾ എല്ലാ കാര്യങ്ങളും എവിഡൻസ് ആയിട്ട് മാറി, ഇത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്, മറ്റൊരാളിത് കാണിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ എവിഡൻസ് കാണിക്കുമ്പോഴും അതിൽ കൃത്രിമം നടത്താൻ സാധ്യതയുണ്ട്. അതിപ്പോൾ അവർ കാണിച്ചാലും, അതായത് ക്ലിനിക്കാർ കാണിച്ചാലും ഇവർക്ക് അതിലെന്തെങ്കിലും ഉടായ്പകൾ കാണിച്ച് പുതിയ ഉണ്ടാക്കാൻ പറ്റും. ഇവർ കാണിക്കുന്ന എത്ര കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എവിടെ എന്തെങ്കിലും കാണിക്കാനൊക്കെ പറ്റുന്ന ഒരു ലൂപ്പ് ഹോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തിന് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു? എയറിലൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ ഗാലക്സി വിട്ട് അത് പുതിയ ഗാലക്സിയിലെത്തി കല്യാണി. അപ്പോൾ എന്തിന് നിങ്ങൾ, പ്രത്യേകിച്ച് ഒരു പോലീസുകാരൻ്റെ വൈഫായിരിക്കുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം വിട്ട് നിങ്ങൾ എന്തിന് സോഷ്യൽ മീഡിയയിൽ നിങ്ങളിത് പബ്ലിഷ് ചെയ്തു? എല്ലാ കേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും ഓക്കെ ആയ ശേഷം നിങ്ങൾക്കിത് സോഷ്യൽ മീഡിയ ഇട്ടാൽ മതി. അപ്പോൾ എവിഡൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ പകുതി കാണിച്ചു, അവർക്കാണെങ്കിൽ അവരത് കാണിക്കുന്നില്ല. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അവർ വാമൊഴിയാനാണ് കാര്യങ്ങൾ പറയുന്നത്. എന്തിന് കല്യാണി ഇങ്ങനെയൊക്കെ ചെയ്തു? ഒന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ? സപ്പോർട്ടാണ് ആവശ്യമെങ്കിൽ നമ്മളത്, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുവൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരാൾക്കാരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുള്ളതാണ്, യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത്. അവിടെ ഇരിക്കുന്ന ആരും നമ്മുടെ ആരുടെയും കുടുംബത്തിരിക്കുന്നതല്ല. നമ്മുടെ വാ പറയുന്നത് തന്നെ, വായ കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് 100 തരം ആൾക്കാർ, 100 തരം ചിന്താഗതിയുള്ള ആൾക്കാരാണ്. എൻ്റെ ശരി നിങ്ങൾക്ക് തെറ്റാവാം, മറ്റൊരാൾക്ക് ചിലപ്പോൾ 2 ആകാം, ശരിയും തെറ്റും, അങ്ങനെ പല അഭിപ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിരുന്നു. പിന്നെ നിങ്ങൾ ലോങ് വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇത് എനിക്ക് ബില്ല് കിട്ടിയില്ല. ഒരു ബില്ലാണോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എനിക്ക് തോന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ബില്ല് കിട്ടിയില്ല, നിങ്ങൾ ചോദിച്ചപ്പോൾ ബില്ല് ചോദിച്ചപ്പോൾ പകുതി തന്നു, അതൊരു പ്രശ്നമാണോ? ആ ഒരു പ്രശ്നം അതങ്ങനെ കേസായിട്ട് മാറും? അതുമാത്രം നിങ്ങളത് കണ്ണാടി മറ്റേ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. അത്രത്തോളം കാര്യങ്ങൾ ഗൗരവം പറഞ്ഞെങ്കിൽ ഒരു ബില്ലിൽ അങ്ങനെ ആവില്ല. ഒരു ബില്ലിൽ പ്രത്യേകിച്ച് അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ GPay ചെയ്ത സ്ഥിതിക്ക് ബില്ലായിട്ട് എന്തിനാ?
കോസ്മെറ്റിക് ആയിട്ടുള്ള സർജറി ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നും ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് ഗവൺമെൻറ് ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടറിലായിക്കോട്ടെ. ഇപ്പം സ്റ്റാർ ഹെൽത്ത് ആയിക്കോട്ടെ, നീബാബൂപ്പെ ആയിക്കോട്ടെ, ഭാരത് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ആദിത്യ ബിർല ആയിക്കോട്ടെ, കെയർ ഹെൽത്ത് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് ആൾക്കാരുണ്ട്. അവരുടെ ഇതിൽ പറയുന്നുണ്ട് കോസ്മെറ്റിക് സർജറീസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ OPD അങ്ങനെയുള്ള ഒന്നിനും തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അവരത് അലോഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ബില്ല് എന്തിനാ? നിങ്ങൾക്ക് ഈ ബില്ല് വെറുതെ സൂക്ഷിച്ച് വെക്കാമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ബില്ല് വേറെ എവിടെ പോയിട്ട് നിങ്ങൾക്ക് മാറിയെടുക്കാനാ? പിന്നെ കോസ്മെറ്റിക്സിനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഹസ്ബൻഡ് ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ട് ഫാമിലിക്ക് ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? എനിക്കറിയില്ല. ഞാനത് കോസ്മെറ്റിക്സിനൊക്കെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. കാരണം കോസ്മെറ്റിക്സ് നമുക്ക് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സൗന്ദര്യ പരിപാടികൾക്ക് ചെടി ഉപയോഗിക്കുന്നില്ല. അതിന് ഗവൺമെൻറ് തരേണ്ട കാര്യമുണ്ടോ? എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് കേട്ടോ. അങ്ങനെയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു, അങ്ങനെയുണ്ടോ എന്നുള്ളത്. കാരണം ബില്ല് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സാധനം കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കാം, ഇത്ര രൂപയുടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു നോക്കാം എന്നല്ല, അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആക്ച്വൽ പ്രശ്നം എന്താണെന്നുള്ളത് ഇതുവരെ കല്യാണി പുറത്തു വിട്ടില്ല. കല്യാണി പറയുന്നുണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, അതുകൊണ്ടാണ്. സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബില്ലുമായിട്ട് എന്താണ്? ഇപ്പം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഒരു പാടെന്ന് പറയുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു പാടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 പാടുകൾക്ക് നിങ്ങൾക്ക് മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്വിറ്റ് ചെയ്തിട്ട് വേറൊരിടത്തേക്ക് മാറുക. അപ്പോൾ അങ്ങോട്ടേക്ക് മാറുമ്പോൾ നിങ്ങൾ ഏത് ക്ലിനിക്കുകാരായിക്കോട്ടെ അവർക്ക് അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ ഹിസ്റ്ററി സർട്ടിഫിക്കറ്റ് തരാനുള്ള ഒരു ഡിസ്ചാർജ് സമ്മറി തരാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും. ഫയൽ എടുത്ത് തരില്ല ആരും. ഫയൽ ഒരിക്കലും ഒരു ക്ലിനിക്കൽ ഹോസ്പിറ്റലായാലും മറ്റൊരിടത്തേക്ക് കൊടുക്കില്ല. പകരം അവർ ഡിസ്ചാർജ് സമ്മറിയാണ് കൊടുക്കുന്നത്. ഹോസ്പിറ്റലാകുമ്പോൾ, ക്ലിനിക്ക് ആകുമ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്ഫർ സമ്മറി ആയിരിക്കും തരുന്നത്. അതായത് നിങ്ങളുടെ ഡയഗ്നോസ്, ട്രീറ്റ്മെൻറ്റ്, നിങ്ങളുടെ അലർജീസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കൊണ്ട് മറ്റൊരു ക്ലിനിക്കിൽ പോയി നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെയും നിങ്ങൾക്ക് ഇവിടുത്തെ ബില്ലിൻ്റെ യാതൊരു ആവശ്യകതയില്ല. അപ്പം ബില്ലല്ല നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്നും നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ കൊളാബ് ചോദിച്ചു തന്നില്ല, അതൊരു ഇഷ്യൂ ആണെന്ന് പറയുന്നു. അതാണോ അല്ലയോ എന്നുള്ളത് സത്യമായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. കാരണം ആ സംഭവത്തിന് എവിഡൻസ് ഇല്ല എന്ന് ഓൾറെഡി ആ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെപ്പറ്റി പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അനാവശ്യമായിട്ടൊരു ചർച്ചയ്ക്ക് ഇടയാക്കിയതാണ് എന്ത് ഈ ഒരു നിങ്ങളുടെ ബില്ല് വിഷയം എന്ന്. അതേപോലെ തന്നെ കല്യാണി പറയുന്നുണ്ട് അതിനകത്ത്, ഞങ്ങളാണ് ആദ്യം പോയി കേസ് രജിസ്റ്റർ ചെയ്തതെന്ന്. മേ ബി നിങ്ങളായിരിക്കാം കേസ് രജിസ്റ്റർ ചെയ്ത്, പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ആ ക്ലിനിക്കിലുള്ള റിസപ്ഷനിസ്റ്റാണെന്ന് തോന്നും, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അവർ പറയുന്നുണ്ട്, ഡോക്ടറോ റിസപ്ഷനിസ്റ്റോ ആണെന്ന് തോന്നുന്നു, അവർ പറയുന്നുണ്ട് ഞങ്ങൾ ASPനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ലീഗലായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആരെയാണ് ആദ്യം ലീഗലി അപ്രോച്ച് ചെയ്തതെന്ന് നമുക്ക് അതിലൂടെ തന്നെ വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരിടത്തുനിന്ന് ഒരു അപ്രോച്ച് ഒരിടത്തുനിന്ന് ഉണ്ടായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ബാക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല. നിങ്ങളും പോയി കംപ്ലയിൻറ്റ് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം പോലീസും കൂടിയാകുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി എളുപ്പമാവും. പിന്നെ നിങ്ങൾ ചെയ്തിരിക്കും, പിന്നെ ഇവർ ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പം അവരവരുടെ സേഫ്റ്റിയാണല്ലോ മുഖ്യം, അവരും പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വടംവലിയുടെ ആവശ്യമില്ല, നമുക്കത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആവശ്യമുണ്ടായിരുന്നോ? ഇപ്പോൾ സ്വയം ചിന്തിച്ചാൽ മതി കല്യാണി, ഈ ഒരു ഇഷ്യൂസ് ഇപ്പോൾ ഇവിടെ എത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളൂ. അതിലും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് കല്യാണിയുടെ വായി വന്ന ചില വാക്കുകളാണ്. ആ ക്ലിനിക്ക് അവിടെ ഇരിക്കുന്ന ഡോക്ടറിൻ്റെ അസിസ്റ്റൻസ് MBBS MDയും 6 മന്ത് കോസ്മെറ്റിക് കോഴ്സും കഴിഞ്ഞു. എൻ്റെ പൊന്ന് കല്യാണി, MBBS എന്നൊക്കെ പറയുന്നത് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നത് പോലെയൊന്നുമല്ല. എന്തുമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഒരു സ്റ്റുഡൻറ്റ് 10ലെ എക്സാം പാസ്സാവുന്നത്, +2ലെ എക്സാം പാസ്സാവുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 100 ഇരട്ടി എഫക്റ്റ് ഇട്ടിട്ടാണ് ഒരു MBBS പാസ്സാവുന്നത്. ഈ MBBS ഇല്ലാത്ത ഒരാൾക്കും അങ്ങോട്ട് MSCയോ ഒരു സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടൊരു ഇതാവാനും പറ്റത്തില്ല. MBBS ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. അത് ഞാൻ അത്രയ്ക്ക് പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല. 6 മന്ത് കോഴ്സ് എന്താ മോശമാണോ? അല്ല, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് 6 മന്ത് കോഴ്സ് മോശം, എല്ലാം 2, 3, 5 ഇയേഴ്സ് എടുക്കുന്ന കോഴ്സ്? ഒരിക്കലുമല്ല. ഓരോ കാര്യങ്ങൾക്കും ഇപ്പം ഒരു എന്താ പറയുക, കല്യാണി ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകും. അതിലിപ്പോൾ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പഠിക്കാം. അപ്പം പറയുമ്പോൾ പറ്റില്ല, 5 കൊല്ലം കൊണ്ട് പഠിച്ചാലേ അതിന് വിലയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഇത്രയ്ക്ക് നാളും മതി പഠിക്കാൻ, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യകത ഇല്ല. ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ഒരുപാട് സമയം ആവശ്യമില്ല. അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്, ആ ടൈം പീരീഡ് പഠിച്ചാൽ മതി. അതുപോലെയാണ് ഓരോ കോഴ്സിനും ഓരോ ജോലികൾക്കും ഒക്കെ ഉള്ളത്. അതിനെ അങ്ങനെ തരം താഴ്ത്തരുത്. ഇത്തിരി പോകുന്ന കൊച്ചിനെ ഇയാൾ ഇപ്പോഴേ ട്യൂഷൻ വിടുന്നില്ലേ? എന്തേ അതിനാവശ്യമുണ്ടോ? വീട്ടിൽ നിന്ന് താൻ പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നു. അപ്പം അങ്ങനെയല്ല, ഓരോന്നിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട്, അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ച് സംസാരിക്കണം. നമ്മളെന്ത്, ആരോട്, എപ്പോൾ, എങ്ങനെ എന്നുള്ളത് നമ്മൾ ഒന്നല്ല, ഒരു 1000 വട്ടം ചിന്തിച്ചാൽ
വേണം പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വരാൻ പോകുന്നതും ഒക്കെ നമ്മൾ സംസാരിക്കണം. ഇന്നത്തെ കാലത്ത് പഴയ പോലെയൊന്നും ഇന്നത്തെ കാലത്ത് ഇപ്പം മുഖ്യമന്ത്രിനെ വരെ വെറുതെ വിടത്തില്ല സോഷ്യൽ മീഡിയ. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാൻ ആവശ്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്തിനായിരുന്നു, ഇതാണ് ചോദ്യം മുഴുവൻ. എന്തിനായിരുന്നു ഇങ്ങനൊരു പ്രശ്നം ക്ലിനിക്കുമായിട്ടുണ്ടാക്കിയത്? എൻ്റെ സ്വന്തം ചോദ്യമാണ്, എന്തിനായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കല്യാണി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത്? എല്ലാം കഴിഞ്ഞ ശേഷം ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതോ ഇനി ആ ക്ലിനിക്കുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? അവരുടെ ഒരു റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടിയിട്ടാണോ? മേ ബി ആയിരിക്കാം. എനിവേ, എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളൊരു കമൻറ്റ് ഇടുമ്പോൾ പോലും നിങ്ങളൊരു 100% ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മളുടെ ചെറിയൊരു പ്രവൃത്തിയായിരിക്കും പിന്നെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ചെറിയൊരു പ്രവൃത്തിയിലൂടെ ആയിരിക്കും. അപ്പം എന്നോട് നീ പെർഫെക്റ്റ് ആണ്. ഒരിക്കലുമല്ല. എനിക്ക് എന്തുമാത്രം പറ്റിയിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ വായിൽ നിന്ന് ഞാൻ ചിന്തിക്കാതെ ആലോചിക്കാതെ ഞാൻ എടുത്തു ചാടി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ലൈഫിൽ അതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വ്യക്തിയാണ്. ഇപ്പോൾ കല്യാണിയുടെ വീഡിയോ ഒരു 100 വീഡിയോയെങ്കിലും മറ്റുള്ളവർ ചെയ്തിട്ടുണ്ട്. ഡെയിലി അവർ ഇടുന്നുണ്ട്. ഞാൻ ഇതുവരെ ചെയ്യാഞ്ഞതിൻ്റെ കാര്യം എന്താണ് ഓപ്പോസിറ്റ് ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ കല്യാണി എന്താ പറയുന്നതെന്ന് കാണാൻ വേണ്ടി തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള ആ ഒരു സെൻറ്റൻസ് ഓർത്ത് വയ്ക്കുക. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് ബാധകമാണ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.